Okay, dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ 9th ചാപ്റ്റർ ആയ സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് SQL അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത് SQL കമാൻഡ്സ് ഏതെല്ലാമാണെന്നും അതിൻ്റെ ഉപയോഗം യൂസേജ് എങ്ങനെയാണെന്ന് ആണ് മെയിനായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് SQL കമാൻഡ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് കമാൻഡ് നമ്മൾ പഠിച്ചു, ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. ഓക്കെ, SQL ധാരാളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമാൻഡ്സ് ഉണ്ട്. DDL ഉണ്ട്, DML ഉണ്ട്, DCL ഉണ്ട്. ഓക്കെ, അതിനകത്ത് വരുന്ന ഡിഫറെന്റ് കമാൻഡുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, once again, welcome to my channel. I am Santosh. Channel subscribe ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് കമാൻഡായ ക്രിയേറ്റ് ടേബിൾ കമാൻഡാണ്. ഓക്കെ, നമുക്കറിയാം ഇതൊരു DDL കമാൻഡ്സ് ആണ്. ഇപ്പൊ താഴെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ DDL കമാൻഡ് and is used to create a new table. അതിന്റെ പർപ്പസ് എന്താണ്? പുതിയൊരു ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ. പുതിയൊരു ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന ക്രിയേറ്റ് ടാബിൾ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഇതൊരു DDL കമാൻഡാണ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമാൻഡാണ്. ഓക്കെ, ഇറ്റ് ഡിഫൈൻസ്. ഇനി ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഈ ക്രിയേറ്റ് ടാബിൾ എന്ന കമാൻഡിനകത്ത്? ഇറ്റ് ഡിഫൈൻസ് ദി നെയിം ഓഫ് ടേബിൾ and column definition and data types and size and constraints. ഇത്രയും എലമെന്റ്സ് ആയിരിക്കും ഇതിനകത്തുണ്ടായിരിക്കുക ഈ ക്രിയേറ്റ് ടേബിൾ എന്ന കമാൻഡിനകത്തുണ്ടായിരിക്കുക. അതായത് ടേബിൾ നെയിം ഉണ്ടായിരിക്കും, ടേബിളിനകത്ത് വരുന്ന കോളംസ് ഉണ്ടായിരിക്കും, ആ കോളം ഏത് ഡാറ്റ ടൈപ്പിലാണെന്നുള്ളതും അതിന് എത്ര സൈസ് നമ്മൾ കൊടുക്കാന്നുള്ളതും, അതുപോലെ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഈ ഒരു ക്രിയേറ്റ് ടേബിൾ കമാൻഡ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വൺസ് അഗെയിൻ ഇപ്പൊ ക്രിയേറ്റ് ടേബിൾ ഈസ് എ ഇമ്പോർട്ടന്റ്, ഈസ് എ DDL കമാൻഡ് ആണ്. ഇതെന്താ യൂസ് ചെയ്യുന്നത്? ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ, പുതിയ ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ കമാൻഡിനകത്തുള്ള മെയിൻ എലമെന്റ്സ് എന്തൊക്കെയാ? നെയിം ഉണ്ടായിരിക്കും, ടാബിളിന് നെയിം ഉണ്ടായിരിക്കും, ടാബിളിനകത്ത് വരുന്ന കോളം അതിന്റെ നെയിംസ്, അതിന്റെ ഡെഫിനിഷൻസ്, അതായത് ഡാറ്റ ടൈപ്സ് ഉണ്ടായിരിക്കും, കോളത്തിന്റെ ആ ഡാറ്റ ടൈപ്പിന്റെ സൈസ് ഉണ്ടായിരിക്കും, then next constraints ഉണ്ടായിരിക്കും. ഓക്കെ, കൺസ്ട്രെയിൻസ് എന്താ നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര എലമെന്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക ഒരു ക്രിയേറ്റ് ടാബിൾ എന്ന കമാൻഡിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ ഓക്കെ ഇനി ഇതിന്റെ അതായത് ക്രിയേറ്റ് ടാബിൾ എന്ന കമാൻഡിന്റെ സിന്റാക്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് ക്രിയേറ്റ് ടാബിൾ ഇസ് എ കമാൻഡ്, നമ്മള് ടാബിൾ നെയിം, ടാബിളിന്റെ നെയിം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് കോളം നെയിം കൊടുക്കാം. കോളം നെയിം 1. ഓക്കെ, ഫസ്റ്റ് കോളം നെയിം കൊടുത്തു. ദെൻ കോളം നെയിം കൊടുത്ത ഉടനെ ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് പറയും, ഡാറ്റ ടൈപ്പ് പറഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ ഉടനെ നമ്മൾ സൈസ്, ആ ഡാറ്റ ടൈപ്പിന്റെ സൈസ് പറയുന്നു, സൈസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസ്ട്രെയിൻ, കൺസ്ട്രെയിൻസ്. ഓക്കെ, ദെൻ ആ ഒരു കോളം തീർന്നു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമ്മൾ സെക്കൻഡ് കോളം കൊടുക്കുന്നു, കോളം നെയിം 2. ഓക്കെ, ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് പറയുന്നു, ഡാറ്റ ടൈപ്പ്. ഓക്കെ, ആ ഡാറ്റ ടൈപ്പിന്റെ സൈസ് നമ്മൾ പറയുന്നു. ഓക്കെ, ദെൻ ആ കോളത്തിന്റെ കൺസ്ട്രെയിൻ
കൺസ്ട്രെയിൻറ്റ് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ 2 കോളം തീർന്നു. ഇനി മൂന്നാമത്തെ കോളം സെയിം ആസ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തെ കോളത്തിന്റെ പേര് കോളം നെയിം 3. ഓക്കെ, ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ്. ഓക്കെ, then size of that column, then constraint. Okay, then 3 കോളംസ് നമ്മൾ കൊടുത്തു. ഇതുപോലെ നമുക്ക് ധാരാളം കോളംസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, then ലാസ്റ്റ് നമ്മൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് വെച്ച് ക്ലോസ് ചെയ്യും. ദെൻ സെമി കോളൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിന്റാക്സ്. വൺസ് അഗെയിൻ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ക്രിയേറ്റ് ടാബ്, ടേബിൾ നെയിം. ഓക്കെ, ക്രിയേറ്റ് ടാബിൾ നമ്മുടെ കമാൻഡാണ്. ടേബിൾ നെയിം നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ടാബിളിന്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് ആ ടാബിളിലെ ഫസ്റ്റ് കോളം. ഓക്കെ, ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ്, ആ ഡാറ്റ ടൈപ്പിന്റെ സൈസ്, ദെൻ കൺസ്ട്രെയിൻ, ആ കോളത്തിന് കൺസ്ട്രെയിൻ. ഓക്കെ, ഇവിടെ സൈസ് കൺസ്ട്രെയിൻ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. സൈസ് കൊടുക്കാം, കൊടുക്കാതിരിക്കുക. കൺസ്ട്രെയിൻ കൊടുക്കാം, കൊടുക്കാതിരിക്കുക, നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഓപ്ഷണലാണ്. യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. ചില ഡാറ്റ ടൈപ്പിന് സൈസ് കൊടുക്കേണ്ടി വരില്ല, ചില കോളത്തിന് നമുക്ക് കൺസ്ട്രെയിൻസ് വേണ്ടി വരില്ല. ഓക്കെ, അതേസമയം ചില ഡാറ്റ ടൈപ്പിന് സൈസ് നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തോളണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ അല്ലാതെ യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സൈസും കൺസ്ട്രെയിനും സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ, ഫസ്റ്റ് കോളം തീർന്നു കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് കോളത്തിന്റെ ഡിമാൻഡ്സ് ഇത്രയാണ്. അതായത് കോളത്തിന്റെ നെയിം, ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ്, ആ കോളത്തിന്റെ സൈസ്, നെക്സ്റ്റ് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ കൺസ്ട്രെയിൻ. ഓക്കെ, ആ ഒരു കോളം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമ പ്രൊവൈഡ് ചെയ്യുക. വീണ്ടും സെക്കൻഡ് കോളം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് കോളത്തിന്റെ ഡാറ്റ ടൈപ്പ്, ആ ഡാറ്റ ടൈപ്പിന്റെ സൈസ്, ആ കോളത്തിന് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ കൺസ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കോളം തീർന്നു. സെക്കൻഡ് കോളം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോമ പ്രൊവൈഡ് ചെയ്യും. പ്രൊവൈഡ് ചെയ്തതിനു ശേഷം തേർഡ് കോളം നെയിം, ദെൻ ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ്, ദെൻ ആ ഡാറ്റ ടൈപ്പിന്റെ സൈസ്, ദെൻ കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ കൺസ്ട്രെയിൻ. ഓക്കെ, ഇനി നമുക്ക് എത്ര കോളംസും എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ക്രിയേറ്റ് ടാബിൾ, ടാബിൾ നെയിം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സെമി കോളം പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇതാണ് ക്രിയേറ്റ് ടാബിൾ എന്ന കമാൻഡിന്റെ സിന്റാക്സ്. ഓക്കെ, ഓക്കെ, ഇനി മുകളിൽ പറഞ്ഞ സിന്റാക്സിൽ വരുന്ന ഓരോ എലമെന്റ്സും എന്താന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടാബിൾ നെയിം. നമുക്കറിയാം, ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നെയിം പ്രൊവൈഡ് ചെയ്യണം. ആ ടാബിൾ നെയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോളം നെയിം. എല്ലാ ടാബിലും എന്തുണ്ടായിരിക്കും, കോളംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോളത്തിന്റെ നെയിം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ റെപ്രസെന്റ് ദി നെയിം ഓഫ് ദി കോളം ഇൻ ദി ടാബിൾ. ഓക്കെ, ദ ഡാറ്റ ടൈപ്പ്. ഓക്കെ, റെപ്രസെന്റ് ദി ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻ എ കോളം. ഓരോ കോളത്തിനും സ്പെസിഫൈഡ് ഡാറ്റ ടൈപ്പ് വേണം. ഫോർ എക്സാമ്പിൾ, നെയിം എന്ന കോളം, സ്റ്റുഡൻസിന് നെയിം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോളം തീർച്ചയായിട്ടും എന്തായിരിക്കണം, സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ മാർക്ക് അല്ലെങ്കിൽ ഏജ്. ഓക്കെ, ഇത് കൊടുക്കുന്ന സമയത്ത് ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം, ന്യൂമറിക് വാല്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ കോളത്തിനും നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ദെൻ സൈസ്. ഡിഫൈൻ സൈസ് ഓഫ് ദി ഡാറ്റ ഈസ് ഓപ്ഷണൽ. ഓക്കെ, അതായത് നമ്മൾ എൻ്റർ ചെയ്യപ്പെടാൻ പോകുന്ന ഡാറ്റ സൈസ് എത്രയും നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ നെയിമിൽ 10 ക്യാരക്ടർ ഉണ്ട് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആ നെയിം എന്ന കോളത്തിൽ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പിന്റെ സൈസ് എന്തായിരിക്കണം, 10 ആയിരിക്കണം. ഓക്കെ, 10ഓ 10ൽ കൂടുതലോ ആയിരിക്കണം. ഓക്കെ, അതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഡാറ്റ ടൈപ്പിനും നമ്മൾ എന്ത് ചെയ്യണം, സൈസ് കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് ഓപ്ഷണലാണ്. യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കും. ഓക്കെ, ചില ഡാറ്റ ടൈപ്പിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം
ചില ഡാറ്റയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സൈസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഓപ്ഷനാണ്, യൂസ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കൺസ്ട്രെയിന്റ് ആണ്. ഓക്കെ, to specify the rules that we can set on value of the column. നമ്മൾ മുകളിൽ പറഞ്ഞ കൺസ്ട്രെയിന്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അതായത് ഒരു കോളത്തിലേക്ക് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ആ വാല്യൂ ആ കോളത്തിനനുസരിച്ചുള്ള വാല്യൂ ആണോ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അതിന് നമുക്ക് വരുന്നത് കൺസ്ട്രെയിന്റ് എന്ന് പറയും. ഓക്കെ, സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒരു കോളത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് എന്ത്, കൺസ്ട്രെയിന്റ്. ഓക്കെ, അത് നമ്മൾ കൺസ്ട്രെയിന്റ് എന്ന സെക്ഷനിൽ വരുമ്പോൾ ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, കോളത്തിലേക്ക് കൊടുക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ, ദാറ്റ് ഇസ് കാൾഡ് കൺസ്ട്രെയിന്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക്, റൂൾസ് ഫോർ നെയിമിംഗ് ടേബിൾസ് ആൻഡ് കോളംസ്. ഓക്കെ, ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ടേബിളിൽ നെയിം വേണം. മാത്രമല്ല ടാബിളിൽ കോളംസ് ഉണ്ടായിരിക്കും. എല്ലാ കോളത്തിലും നമുക്ക് എന്ത് വേണം, നെയിംസും പ്രൊവൈഡ് ചെയ്യും. ഇവിടെ രണ്ട് നെയിം നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അതായത് ടാബിളിന് നെയിം പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ കോളത്തിന് നെയിം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്തോളാം. ഓക്കെ, അങ്ങനെ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ C++ പഠിക്കുമ്പോഴും ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോഴും വാരിയബിൾസ് അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ വാരിയബിൾസ് അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിച്ചിരുന്നു. ഓക്കെ, സെയിം ആസ് അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും കീപ്പ് ചെയ്യണം. അതായത് ടാബിളിന് നെയിം കൊടുക്കുമ്പോഴും കോളത്തിന് നെയിം കൊടുക്കുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് ഐഡന്റിഫയർ ഡിക്ലറേഷൻ we must follow some rules in the case of table name and column name. അതായത് നമ്മൾ മുന്നേ പഠിച്ച ചാപ്റ്ററിൽ ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്തിരുന്നു. അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഇതിന്റെ കേസിൽ ടാബിൾ നെയിം കൊടുക്കുന്ന സമയത്തും ടാബിളിനകത്തുള്ള കോളത്തിന് നെയിം കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം ഡിമാൻഡുകൾ തീർച്ചയായിട്ടും കീപ്പ് ചെയ്തിരിക്കണം എന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, എന്തൊക്കെയാണ് ഡിമാൻഡ് നോക്കാം. ടാബിളിന്റെ നെയിം ഉണ്ടാക്കുമ്പോഴും കോളത്തിന്റെ പേര് കൊടുക്കുമ്പോഴും. ഓക്കെ, ദി നെയിം മേ കണ്ടെയ്ൻ ലെറ്റേഴ്സ്. ഫസ്റ്റ് ഡിമാൻഡ് ആണ്. എന്താ ഡിമാൻഡ്, ടാബിൾ നെയിമിനകത്ത് അല്ലെങ്കിൽ കോളത്തിന്റെ നെയിമിനകത്ത് എന്ത് കണ്ടെയ്ൻ ആയിരിക്കണം, ലെറ്റേഴ്സ് കണ്ടെയ്ൻ ആയിരിക്കണം. അതായത് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം. A to Z ക്യാപിറ്റൽ ആവാം, A to Z സ്മാൾ ആവാം. ഓക്കെ, അതുപോലെ എന്താകാം, ഡിജിറ്റ്സ് ആവാം. 0 to 9 വരുന്ന എല്ലാ ഡിജിറ്റ്സും അതിനകത്ത് വരാം. ഈ ടാബിൾ നെയിമിനകത്തോ കോളം നെയിമിനകത്തോ കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അണ്ടർസ്കോർ യൂസ് ചെയ്യാം. അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ യൂസ് ദി സിമ്പിൾ ഡോളർ. ഡോളർ എന്ന സിമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ടാബിൾ നെയിമിനകത്തോ അല്ലെങ്കിൽ കോളത്തിന്റെ നെയിമിനകത്തോ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിമാൻഡ്. ഓക്കെ, then next second demand, the name must be contain at least one character. അതായത് നമ്മൾ ടേബിൾ നെയിം കൊടുക്കുമ്പോൾ കോളത്തിന് നെയിം കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ക്യാരക്ടർ എങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് സെക്കൻഡ് ഡിമാൻഡ്. വൺസ് അഗെയിൻ നെയിം കൊടുക്കുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് വൺ ക്യാരക്ടർ മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം, അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഓൺലി ഡിജിറ്റ്സ്, നോട്ട് വാലിഡ്. ഡിജിറ്റ്സ് മാത്രമാണെങ്കിൽ അത് വാലിഡ് അല്ല. അതായത് ടാബിളിന്റെ പേരോ കോളത്തിന്റെ പേരോ അതിനകത്ത് ഡിജിറ്റ് മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കില്ല, വാലിഡ് ആവില്ല. അതാണ് പറഞ്ഞത്, നെയിം കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് വൺ ക്യാരക്ടർ എങ്കിലും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ്. ഇനി തേർഡ് പോയിന്റ് നോക്കാം. തേർഡ് ഡിമാൻഡ് എന്ന് നോക്കാം. ദി നെയിം മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ് സ്പെഷ്യൽ സിംബൽസ്. അതായത് കൊടുക്കുന്ന നെയിമിനകത്ത് എന്ത് പാടില്ല, വൈറ്റ് സ്പേസോ അതായത് സ്പെഷ്യൽ സിംബൽസോ എന്നും നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ഈ നെയിമിനകത്ത് കോളത്തിന്റെ നെയിമിനകത്തോ ടാബിൾ നെയിമിനകത്തോ യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ആ ഒരു ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഡിമാൻഡ് നോക്കാം. ദി നെയിം മസ്റ്റ് നോട്ട് ബി എൻ SQL കീവേഡ്. നെയിം എന്താവാൻ പാടില്ല, SQL കീവേഡ് ആവാൻ പാടില്ല. SQLിൽ ധാരാളം കീവേഡുകളുണ്ട്, റെഡിമെയ്ഡ് വേർഡ്സ് ഉണ്ട്. അത്തരം വേർഡ്സ് ഒന്നും നമ്മൾ എന്തിന്റെ പേരായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, ടാബിളിന്റെ നെയിമോ കോളത്തിന്റെ നെയിമോ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. വൺസ് അഗെയിൻ SQL കീവേഡ് ടാബിൾ നെയിമോ കോളം നെയിമോ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ലാസ്റ്റ് ഡിമാൻഡ്, ദി നെയിം ഷുഡ് നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ദി നെയിംസ് ഓഫ് അതർ ടാബിൾ.
ഇൻ ദി സെയിം ഡാറ്റാബേസ്. അതായത് ഒരേ ഡാറ്റാബേസിൽ, വെരി സിമ്പിൾ, ഒരേ ഡാറ്റാബേസിൽ ഒരേ നെയിമിൽ 2 ടാബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. വൺസ് അഗെയിൻ, ഒരേ ഡാറ്റാബേസിൽ ഒരേ നെയിമിൽ 2 ടാബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതുപോലെ ഒരു ടാബിളിനകത്ത് ഒരേ നെയിമിൽ 2 കോളംസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. വൺസ് അഗെയിൻ, ഒരു സിംഗിൾ ഡാറ്റാബേസിനകത്ത് ഒരേ നെയിമിൽ 2 ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതുപോലെ ഒരു ടേബിളിനകത്ത് ഒരേ നെയിമിൽ 2 കോളംസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇത്രയാണ് എന്ത് കോളം നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോഴും ടാബിൾ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, മുകളിൽ നമ്മൾ ടാബ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് പഠിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ക്രിയേറ്റ് എ ടാബ്. ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യും ബേസ്ഡ് ഓൺ ദി ബിലോ ഡിസ്ക്രിപ്ഷൻ. താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ പ്രകാരം ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഇതാണ്. ഫസ്റ്റ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ടാബിന്റെ കോളംസ് ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ കോളത്തിലേക്ക് കൊടുക്കുന്ന ഡാറ്റ ടൈപ്പാണ്. ഓരോ കോളത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഡാറ്റ ടൈപ്പാണ് റൈറ്റ് കോളത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. അതായത് കോളംസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് കോളം അഡ്മിഷൻ നമ്പറാണ്, സെക്കൻഡ് നെയിമാണ്, തേർഡ് വൺ ജെൻഡർ, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ കോഴ്സ്, ഫാമിലി ഇൻകം. ഓക്കെ, ഇത്രയും കോളംസ് ഉൾക്കൊള്ളുന്നു ഒരു പുതിയ ടാബിൾ നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ കോളംസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. മാത്രമല്ല, ഓരോ കോളത്തിന്റെ ഡാറ്റ ടൈപ്പും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായത് അഡ്മിഷൻ നമ്പർ എന്നതിന് ഇൻഡിജർ ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, നെയിം എന്തായിരിക്കണം, സ്ട്രിംഗ് ഓഫ് 20 ക്യാരക്ടേഴ്സ്. ഓക്കെ, നെയിം എന്ന കോളത്തിലേക്ക് എന്താ സ്റ്റോർ ചെയ്യേണ്ടത്, സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതിൽ മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് വരാം, 20 ക്യാരക്ടേഴ്സ് വരെ ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജെൻഡർ. ജെൻഡർ എന്താ പറഞ്ഞിരിക്കുന്നത്, എ സിംഗിൾ ക്യാരക്ടർ, ഒരൊറ്റ ക്യാരക്ടറെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു കോളം വേണം. ഓക്കെ, അത് ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം, ഡേറ്റ് ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് കോഴ്സ് എന്ന കോളം. ആ കോളത്തിൽ എന്താ ഡിമാൻഡ്, സ്ട്രിംഗ് ഓഫ് 15 ക്യാരക്ടേഴ്സിലാണ്. സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കണം. ഇതിൽ മാക്സിമം എത്ര സ്റ്റോർ ചെയ്യാം, 15 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് കോളം ഫാമിലി ഇൻകം എന്ന കോളം. ഓക്കെ, ഈ ഫാമിലി ഇൻകം എന്ന കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം, ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിമാൻഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ടാബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, വൺസ് അഗെയിൻ ഈ ഒരു സെക്ഷനിൽ കാണുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടാബിളിന്റെ കോളംസ്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ കാണുന്നത് ഓരോ കോളത്തിന്റെയും ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇനി നമുക്ക് സിൻടാക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട സിൻടാക്സ് ഇങ്ങനെയാണ്, ക്രിയേറ്റ് ടാബിൾ, ടാബിൾ നെയിം. ഓക്കെ, നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് കോളം കൊടുക്കും. നെക്സ്റ്റ് ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ്, നെക്സ്റ്റ് ആ കോളത്തിന്റെ സൈസ്, ഡാറ്റ ടൈപ്പിന്റെ സൈസ്, നെക്സ്റ്റ് ആ കോളത്തിന് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ കൺസ്ട്രെയിൻ. ഓക്കെ, നമ്മുടെ എക്സാമ്പിളിൽ ഇവിടെ നമ്മൾ തൽക്കാലം കൺസ്ട്രെയിൻ ചെയ്യുന്നില്ല. കൺസ്ട്രെയിൻ ഏതൊക്കെയെന്ന് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കൺസ്ട്രെയിൻ ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് കൺസ്ട്രെയിൻ നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിമാൻഡ് പ്രകാരം സിമ്പിളായി ടാബ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ക്രിയേറ്റ് ടാബിൾ ഈസ് അവർ കമാൻഡ്. ഓക്കെ, ഇനി വേണ്ടത് ടാബിൾ നെയിമാണ്. ഓക്കെ, ടാബിൾ നെയിം നാം പറഞ്ഞു സ്റ്റുഡൻറ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് കോളത്തിന്റെ പേരാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് കോളത്തിന്റെ പേര് എന്താ വേണ്ടത്, അഡ്മിഷൻ നമ്പർ എന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ADM നമ്പർ ഷോർട്ടായി കൊടുത്തു, അഡ്മിഷൻ നമ്പറിന്റെ ഷോർട്ട് ഫോം കൊടുത്തു. ഓക്കെ,
ഇനി വേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം? ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ കോളൻ നെയിമായി അഡ്മിഷൻ നമ്പർ. നെക്സ്റ്റ് എന്താ വേണ്ടത്? ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ഡാറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞു ഇൻറ്റിജർ. ഓക്കെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും SQL വരുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്? സൈസാണ്. ഓക്കെ, ഇൻറ്റിജർ എന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കുക നമ്മൾ സൈസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണത് ഓപ്ഷണലായിട്ട് കൊടുത്തിരിക്കുന്നത്. ചില ഡാറ്റ ടൈപ്പിന് സൈസ് കൊടുത്തോളണം, ചില ഡാറ്റ ടൈപ്പിന് സൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റിജർ എന്ന ഡാറ്റ ടൈപ്പിന് സൈസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ കൺസ്ട്രെയിൻ നമ്മളിപ്പം ചെയ്യുന്നില്ല. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു കോളത്തിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഓക്കെ, ആ കോളത്തിലേ പറഞ്ഞുള്ളൂ. കോളൻ നെയിം ഇതായിരിക്കണം, ഡാറ്റ ടൈപ്പ് ഇതായിരിക്കണം. കോളൻ നെയിം കൊടുത്തു അഡ്മിഷൻ നമ്പർ, ഡാറ്റ ടൈപ്പ് കൊടുത്തു ഇൻറ്റിജർ. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ നമ്പർ ഇൻറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ആ കോളത്തിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യാം? അടുത്ത കോളം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത കോളം നമുക്ക് ഏതാ വേണ്ടത്? നെയിം എന്ന കോളാണ്. ഓക്കെ, നമ്മൾ കൊടുത്തു അടുത്ത കോളം നെയിം എന്ന് കൊടുത്തു. ഓക്കെ, നെയിം എന്ന കോളത്തിന് തീർച്ചയായിട്ടും എന്ത് വേണം? ഡാറ്റ ടൈപ്പ് വേണം, സൈസ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നെയിം ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് വേർക്യാർ ആണ്. വേർക്യാർ എത്ര ക്യാരക്ടേഴ്സ് വേണം? നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര ക്യാരക്ടേഴ്സ് വേണം? 20 ക്യാരക്ടേഴ്സ് വേണം. അപ്പോൾ വേർക്യാർ ഓഫ് 20 എന്ന് കൊടുക്കും. ഓക്കെ, കൺസ്ട്രെയിൻ നമ്മളൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ചുമ്മാ കോളൻ നെയിം ഡാറ്റ ടൈപ്പ് മാത്രമേ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ആ കോളം തീർന്നു. ഓക്കെ, അടുത്ത കോളം ഏതാണ്? ജെൻഡർ ആണ്. നെയിം കഴിഞ്ഞാൽ വരുന്നത് ജെൻഡർ. അപ്പോൾ നമ്മൾ കൊടുത്തു ജെൻഡർ. ഓക്കെ, അതിൽ സിംഗിൾ ക്യാരക്ടർ മതി, സിംഗിൾ ക്യാരക്ടർ. അപ്പോൾ നമുക്ക് വേർക്യാറിന്റെ ആവശ്യമില്ല, ചുമ്മാ എന്ത് കൊടുത്താൽ മതി? ക്യാർ എന്ന് കൊടുത്താൽ മതി. ഡിഫോൾട്ടായിട്ട് ഒരു ക്യാരക്ടറിനെ അത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കോളം തീർന്നു. നെക്സ്റ്റ് കോളം നമുക്ക് വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോർട്ടായി കൊടുത്തു DOB. ഓക്കെ, അതിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം? ഡേറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ കോളം തീർന്നു. നെക്സ്റ്റ് നമ്മൾ കോഴ്സ് കൊടുത്തു. കോഴ്സ് ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം? സ്ട്രിംഗ് ആയിരിക്കണം, 15 ക്യാരക്ടേഴ്സ് വേണം. ഓക്കെ, ഇപ്പോൾ സ്ട്രിംഗ് ആകുമ്പോൾ നമ്മൾ സാധാരണ കേസ് കൊടുക്കുന്നത് വേർക്യാർ ആണ്. വേർക്യാർ. ഓക്കെ, ബ്രാക്കറ്റിൽ 15 ക്യാരക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രാക്കറ്റിൽ 15 ക്യാരക്ടേഴ്സ് കൊടുത്തു. ഓക്കെ, ദെൻ ഇസ് കോമൺ. ഇനി അടുത്ത കോളം ഏതാണ്? ഫാമിലി ഇൻകം ആണ്. ഓക്കെ, നമുക്ക് കൊടുത്തു F ഇൻകം എന്ന് കൊടുത്തു, ഫാമിലി ഇൻകം എന്ന് കൊടുത്തു. ഓക്കെ, അത് ഡാറ്റ ടൈപ്പ് പഠിക്കുന്നത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ ആയിട്ട് അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റ് കൊടുത്തു. ഇൻറ്റ് അതിന് സൈസിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ മോള് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബ്രാക്കറ്റ്. ഓക്കെ, ആ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, then നമ്മൾ എന്ത് ചെയ്തു? സെമി കോളം പ്രൊവൈഡ് ചെയ്തു. ദെൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ ടാബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ടാബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സാമ്പിൾ. വൺസ് അഗൈൻ, ക്രിയേറ്റ് ടാബിൾ സ്റ്റുഡൻറ്. ടാബിളിന്റെ പേര്, ഫസ്റ്റ് കോളം നെയിം, അഡ്മിഷൻ നമ്പർ, അതിന് ഡാറ്റ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇൻറ്റിജർ ആയതുകൊണ്ട് സൈസ് പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമില്ല. കൺസ്ട്രെയിൻ നമ്മളിവിടെ തീരെ കൊടുക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് കോളം നെയിം നെയിമാണ് കൊടുത്തു കഴിഞ്ഞു. നെയിം എന്ന കോളം. ഓക്കെ, നെക്സ്റ്റ് അതിന് ഡാറ്റ ടൈപ്പ് വേർക്യാർ ഓഫ് 20, സൈസ് ആണ് 20, ഡാറ്റ ടൈപ്പ് വേർക്യാർ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് കോളം ജെൻഡർ ആണ്. ഓക്കെ, ടൈപ്പ് സിംഗിൾ ക്യാരക്ടർ മതി, അപ്പോൾ ക്യാർ എന്ന് കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് DOB എന്ന കോളമാണ്, അതിന് ഡേറ്റ് ഡാറ്റ ടൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് കോഴ്സ് ആണ്. കോഴ്സ് എന്ന കോളം, ഡാറ്റ ടൈപ്പ് വേർക്യാർ, 15 ക്യാരക്ടേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ 15 എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഫാമിലി ഇൻകം. ഓക്കെ, ഇതാണ് എന്ത്? ലാസ്റ്റ് കോളം. ടൈപ്പ് എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റെഡിൽ കാണുന്ന എല്ലാം എന്താണ്? നമ്മുടെ കോളം നെയിംസ്. ഓക്കെ, ബ്ലാക്കിൽ കാണുന്നതൊക്കെ എന്താണ്? ഓരോ കോളത്തിന്റെ ഡാറ്റ ടൈപ്സ് ആണ്. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സെമി കോളം പ്രൊവൈഡ് ചെയ്തു. ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്തു. ഓക്കെ, പ്രസ് ചെയ്ത ഉടനെ ഇത്തരത്തിലൊരു ടാബ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും. സ്റ്റുഡന്റ് നെയിമിൽ
സ്റ്റുഡൻറ്റ് എന്ന നെയിമിൽ ഇങ്ങനെ ടാബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് ടാബ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ടാബിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം, അത് ടാബ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ടാബിനകത്തേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ.